അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ആ വെട്ടി ഉപ്പ് വെച്ചല്ലോ, അതെന്തായിന്നൊന്ന് കാണാൻ വന്ന കേട്ടോ. ആ ഒരു മരത്തിന്റെ ഇലകൾ ഒരുപാടെണ്ണം ശരിക്കും പഴുത്തു തുടങ്ങി. ഇതിപ്പോ കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെ കൂടുതൽ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് അവിടെ നോക്കിക്കോട്ടാ, അതാ വീടിന്റെ മേളിലുള്ള ആ ഇലകളിൽ മിക്കതും പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത്ര ഹൈറ്റ് ആയതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്നാൽ ഇതാ അത്യാവശ്യം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്ന കടിക്ക് ഇത് ഇവിടെ അവിടെ ഒരു അനക്കം പഴുത്ത് തോന്നിട്ടാ. പേടിക്കണ്ട, നമുക്കിത് കയറി നോക്കാം എന്താ സംഭവം. കാരണം ഇവിടെ പാമ്പും പുറ്റാണ് ഇവിടെ. ഇതേണ്ടത് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് നോക്കി. എന്റെ അമ്മേ, അതങ്ങനെ ശരിക്കും അങ്ങോട്ട് മറിഞ്ഞു വീണേക്കാട്ടോ. ഇതാണ് ശരിക്കും വീടിനെ തകർത്ത് കളഞ്ഞല്ലേ. ഹോം ടൂർ ഇങ്ങോട്ട് വന്നപ്പോ പെട്ടെന്നൊരു അനക്കം കേട്ടു. ഇവിടെ അവിടെ ഈ ചെളിവെള്ളം കേട്ടോ വീണേ. പക്ഷെ ഇതിവിടെ ഇതാ കാണുന്ന പാമ്പുറ്റ, കണ്ട പാമ്പിന്റെ പുറ്റ. അല്ല, പോയി നോക്കാം അതെന്താ സംഭവം നോക്കാലോ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള ചേച്ചിയില്ലേ, ആ വീടിന്റെ ബാക്കിലുള്ള ചേച്ചിയില്ലേ, ആ ചേച്ചിയും ഭർത്താവും കൂടി ഈ കാണുന്ന വഴി നടന്നു വരായിരുന്നു. അവിടെ പാടാണ്. ആ പാടത്തിന് ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോൾ നല്ല വലിയ കരിമൂർഖന്മാർ ഇവിടെ ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാവും. അതുങ്ങൾ പേടിച്ച് ഓടിക്കളഞ്ഞു. എനിക്ക് ഏറ്റവും വലിയൊരു പേടിയുള്ളതാണ് പാമ്പെന്ന് പറഞ്ഞാൽ. പാമ്പ് ഈ കാണാണ്ടത് ഇവിടെയാണ്. ഇതാ കാണുന്ന പാമ്പും പുറ്റാട്ടാ, അത് പാമ്പിന്റെ പുറ്റാണ്. ഇപ്പൊ ഇവിടെ കീരി ഉണ്ടെന്നൊക്കെയാണ് അപ്പുറമുള്ള ചേച്ചി പറഞ്ഞത്. പക്ഷെ കീരിന് ഞങ്ങൾ കണ്ടില്ല. എന്തോ ഒരു അനക്കം ഉണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഇവിടെ പാമ്പുണ്ടോ സംശയം ഉണ്ട് കേട്ടോ. ദൈവമേ, ഈ മരത്തിനൊക്കെ വല്ലതൊക്കെ ഉണ്ടാവൂടി ഉണ്ടാവില്ലായിരിക്കല്ലേ? ഉണ്ടാവോ? ഇതിന് വെസ്റ്റ് ഭാര്യ കുഴി ഉണ്ടാവും, കുഴികള്. എന്തോ സാധനം ഒന്ന് അനങ്ങിയായിരുന്നു. ഇപ്പൊ നമ്മളിങ്ങോട്ട് നടന്നു വന്നില്ലേ, അപ്പോഴാണ് ഇവിടെ ഒരു അനക്കം ഉണ്ടായിരുന്നത്. അയ്യോ തട്ടല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ പാമ്പുറ്റ്. പണ്ട് അമ്മയ്ക്ക് രോഗം വന്നില്ലേ, അമ്മയ്ക്ക് അസുഖം വന്നത് നമ്മുടെ വീടിന്റെ ബാക്കില് ഈ പാമ്പും പുറ്റ് ഉള്ളതുകൊണ്ടാണെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്. വിശ്വാസം. ഇവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞത് അങ്ങനെയായിരുന്നു. അതൊക്കെ പാടാണ്. അവിടെയൊക്കെയാണ് പണ്ട് നമുക്കൊരു പൂച്ച ഉണ്ടായിരുന്നില്ലേ, ആ പൂച്ച അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നു ആ ഭാഗത്തായിട്ട്. അന്ന് ഇത്രയും കാടുണ്ടായില്ലേ, ഇത്രയും കാടുണ്ടായില്ലേട്ടാ. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ 2 പാമ്പ് ഇങ്ങനെ എണ്ണ കൂടണം. നമ്മൾ പേടിച്ചു പോയി, ഓടിക്കളഞ്ഞ്. കാരണം കണ്ടൊക്കെ അടിക്കും പിടിച്ചു. പിന്നെ ഉറപ്പല്ലേ ഇവിടേക്ക് ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഇതിന്റെ മേളിലേക്ക് കയറിയിട്ടുണ്ടാവും. കർത്താവിനറിയാം. ദൈവമേ, ഇതിപ്പോ അങ്ങോട്ട് കയറണോടി? വേണ്ടല്ലേ, അങ്ങോട്ട് കയറണ്ടല്ല, പറയാൻ പറ്റൂലേ. ഇതിപ്പോ നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കി തന്നെയാണ്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോ ഒരു പേടി. ഇച്ചിരി മാറാവോ? അയ്യോ, എന്താ നമ്മള് കെട്ടി വെച്ചത് കേട്ടാ. ഈ മരമാണ് ഏറ്റവും കൂടുതൽ പഴുത്താണ്. 2 എടുത്താ കെട്ടി വെച്ചത്. എന്തായാലും നമ്മള് വീടിന്റെ ഇവിടെ ഇത് കാണാൻ വന്നപ്പോ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അനക്കാല ഒരൊറ്റ പോക്ക് പോയതല്ലേ. അതാ പാമ്പിൻമുറ്റില് സംഭവം ഉണ്ട്, എന്തോ സാധനം ഉണ്ട് ശരിക്കും. ഇത് പാമ്പ് ഉണ്ടാക്കുന്നതാണോ അവസാനം? ആണോ? ചതല് പോലത്തെ എന്തോ സാധനം തോന്നുന്നത്. എന്തായാലും ഈ മരം ഉണങ്ങട്ടെ, വേഗം ഉണങ്ങട്ടെ കേട്ടോ. ഇതിന് തടിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോന്നുണ്ട്. അവിടെ പൂച്ച അവിടെയാ? അപ്പൊ പാമ്പുണ്ടാവില്ല. ഉണ്ടാവൂട്ടാ. ഇന്നാള് നമ്മുടെ പൂച്ച അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാനെ കണ്ടത്. പൂച്ചയുണ്ട്, കീരി ഉണ്ടാവില്ല. പൂച്ചയും കീരിയൊക്കെ ആയിട്ട് അടിയും ബഹളാണ് അന്നേരം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് പൂച്ച ഉണ്ടായിരുന്നപ്പോ കീരി ഉണ്ടാവില്ല ഇവിടെ. അതും തമ്മിൽ അടിയാവും.
ഇവിടെ ഈ മരം ഈ സാധനമൊക്കെ ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ തന്നെ പേടിയാവാണ്. ഇവിടെ പാമ്പാണോ ചേമ്പാണോ ഉണ്ടാവുക എന്നോ. ആ എന്തോ ചാടിട്ട പൂച്ചയായിരുന്നു. പൂച്ച നിക്കറ അവിടെ. അവിടെ പോണ കണ്ട പൂച്ച. ഇടാ പോയവൻ എന്ന് വെച്ചേക്കണടി ഇല്ലേ. മരം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണിക്കാം. ബൈ ബൈ.